VP മുസ്തഫ, സർക്കാർ ജീവനക്കാർക്ക് ചരിത്രത്തിലാദ്യമായി ശമ്പളം മുടക്കിയ സർക്കാർ എന്ന പേരുദോഷം ഇന്നും ഈ സർക്കാർ കേൾക്കുന്നു. പെൻഷൻ 7 മാസമായി മുടങ്ങിയിരിക്കുന്നു. സപ്ലൈകോയിൽ സാധനങ്ങളില്ല. കാസർകോട്ടെ ജനങ്ങൾ എന്തുകൊണ്ട് LDF-ന് വേണ്ടി വിധിയെഴുതണം? എന്തുകൊണ്ട് ബാലകൃഷ്ണൻ മാഷിന് വിധിയെഴുതണം? സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ആദ്യമായിട്ട് മുടങ്ങി എന്നുള്ളത് ശരിയല്ലാത്തൊരു വസ്തുതയാണ്. 2001-2006 കാലത്ത് ശ്രീ A K ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഫെബ്രുവരിയിലെ ശമ്പളം മാർച്ച് 15-ലേക്കും മാർച്ചിലെ ശമ്പളം ഏപ്രിൽ 15-ലേക്കും എല്ലാം ഡെഫർ ചെയ്ത അനുഭവം, നേരത്തെ സർക്കാർ ഉത്തരവിറക്കിയിട്ട് തന്നെ മാറ്റിവെച്ച അനുഭവം കേരളത്തിലുണ്ട്. ഇപ്പോഴും സർക്കാർ ശമ്പളം മുടങ്ങിയിരുന്നില്ല. ട്രഷറിയിൽ പോയി മാർച്ച് 1-ാം തീയതി വാങ്ങിക്കുന്ന ജീവനക്കാർക്കും പെൻഷൻകാർക്കും അന്ന് അവരുടെ അക്കൌണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ട്രഷറി അക്കൌണ്ടിൽ വരികയും പിന്നീട് നാഷണലൈസ്ഡോ അല്ലെങ്കിൽ മറ്റോ ആയ അവരുടെ മറ്റ് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മാറ്റുന്നതിനുണ്ടായ സാങ്കേതികമായ തടസ്സം മാത്രമാണ് പ്രയാസമുണ്ടായത്. മുടങ്ങിയിരുന്നുവെങ്കിൽ, ആകെ ശമ്പളം മുടങ്ങിയിരുന്നുവെങ്കിൽ ട്രഷറിയിൽ നേരിട്ട് പോയ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അത് കിട്ടുമായിരുന്നില്ല. പക്ഷെ അന്ന് പോയവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. 1-ാം തീയതിയും കിട്ടിയിട്ടുണ്ട്, 2-ാം തീയതിയും കിട്ടിയിട്ടുണ്ട്, 3-ാം തീയതി ഞായറാഴ്ച അവധിയായിരുന്നു. ഇന്ന് തൊട്ട് എല്ലാവർക്കും കിട്ടാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം, അതിന്റെ സോഫ്റ്റ്വെയർ എല്ലാം കൈകാര്യം ചെയ്യുന്നത് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ ആണ്. അത് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമല്ല. അവരുമായി ബന്ധപ്പെട്ട് സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് ഇന്നു മുതൽ സാധാരണ ബാങ്ക് അക്കൌണ്ടുകളിലും ശമ്പളം വാങ്ങിക്കുന്നവർക്കും പെൻഷൻ വാങ്ങിക്കുന്നവർക്കും അത് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. സാമ്പത്തിക വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് വോട്ടർമാർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ പണമില്ല. ഒരു ശക്തമായിട്ടുള്ള സർക്കാർ വിരുദ്ധ വികാരം അടിത്തട്ടിലുണ്ട് എന്നതാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. ആ സർവേ പലതും നമുക്കറിയാലോ എങ്ങനെയാണ് എന്നുള്ളത്. നടന്ന ഒരു നല്ല ജനകീയ സർവേ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിലായി ഏതാണ്ട് 23 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡ് എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഒരു മണ്ഡലത്തിന്റെ, അസംബ്ലി മണ്ഡലത്തിന്റെ മിനി വാരണാസിയായിരുന്നു. അതെ മിനി വാരണാസി അല്ല, നമ്മുടെ ഒരു അസംബ്ലി മണ്ഡലത്തിന്റെ നല്ലൊരു ശതമാനം വോട്ട് വരുന്നതാണ്. അത്രയും വരുന്ന സ്ഥലങ്ങളിൽ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതൊരു നല്ല ജനകീയ സർവേയാണ്. ജനങ്ങൾ നേരിട്ട് വിധി എഴുതുകയാണ്. ആ വിധിയിൽ നേരത്തെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പേ 5 സീറ്റ് മാത്രമുണ്ടായിരുന്ന ഇടതുപക്ഷം 10 സീറ്റിലേക്ക് അതിന്റെ സീറ്റിന്റെ എണ്ണം വർദ്ധിച്ചു. വലിയ മുന്നേറ്റമാണ് നടത്തിയത്. BJP-യുടെയും UDF-ന്റെയും സിറ്റിംഗ് വാർഡുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് ആ മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. പ്രചരണം താഴെത്തട്ടിലേക്കുന്നില്ല എന്നാണോ? അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലുള്ള ട്രസ്റ്റ്, വിശ്വാസം, അത് അതിശക്തമായി ജനങ്ങൾക്കുണ്ട്. മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും പ്രചരണം ജനങ്ങളെ ഏശുന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, CPM-ന്റെ സ്ഥാനാർത്ഥികൾ ആകെ വന്നാൽ 19 പേരാണ് ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ നരേന്ദ്രമോദിക്കെതിരെ കേന്ദ്രത്തിലേക്ക് അയക്കേണ്ടത് CPM 19 MP-മാരെയാണോ, അതല്ല 543 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ നെടുനായകത്വം വഹിക്കുന്ന കോൺഗ്രസിനെയാണോ എന്ന ചോദ്യമില്ലേ? 2004-ൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് BJP അധികാരത്തിൽ വന്നത് 98-ൽ വാജ്പേയിലൂടെയാണ്. അന്ന് ഇന്ത്യ ഷൈനിങ് ഉൾപ്പെടെ അവകാശപ്പെട്ട വാജ്പേയിയുടെ ഭരണത്തിന്, ഗുജറാത്ത് കലാപത്തിന് ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത ആ ഭരണത്തിന് അന്ത്യം കുറിച്ചത് 2004-ലാണ്. അന്ന് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഇടതുപക്ഷം പാർലമെന്റിനകത്ത് നിർണായക റോളിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ BJP ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു മതനിരപേക്ഷ ഭരണം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പാർലമെന്റിനകത്തെ MP-മാരുടെ എണ്ണം മാത്രം നോക്കിയിട്ടല്ല ഇടതുപക്ഷത്തിന്റെ സ്വാധീനം വിലയിരുത്തുന്നത്.